ഇഫ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അല്ലെ, എക്സും വൈ തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈക്വൽ ടു 0.46. ഓക്കെ ആണല്ലോ. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ബൈ 2. ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.46 ആണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞ വേരിയബിൾസ് നോർമലി യു ആൻഡ് ബി എന്നാണ് തരാറുള്ളത്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഈക്വൽ ടു എക്സ് എന്നും വി ഈക്വൽ ടു വൈ ബൈ 2 എന്നൊക്കെ എഴുതാം. ഓക്കെ, വാട്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.46 ആണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞ ആളുകൾ തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒന്നുകിൽ 0.46 അല്ലെങ്കിൽ -0.46. ഈ രണ്ടിലേതെങ്കിലും ഒന്നേ വരത്തുള്ളൂ. ഏതൊക്കെ? ഒന്നെങ്കിൽ നമുക്ക് തന്ന 0.46 അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആൻസർ. ഞാൻ നോക്കുമ്പോൾ ഇതെന്തായാലും വരൂല, ഇതെന്തായാലും വരൂല. രണ്ട് ഓപ്ഷൻസ് പോയി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? അപ്പോഴും രണ്ടും അവിടെ ഉണ്ട്. നേരെ മറിച്ച് ഈ രണ്ട് ഓപ്ഷൻ എയും സിയും അതിൽ ഒന്നെങ്കിൽ 0.46 മാത്രമേ ഓപ്ഷൻസിനകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം അല്ലെ, -0.46 മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. പക്ഷെ രണ്ടെണ്ണം തന്നപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് ഈ എക്സ്, സോ അതൊരു പോസിറ്റീവ് ആൻസർ ആണ്. y ബൈ 2 വൈയുടെ കോഎഫിഷ്യന്റ് ഒരു പോസിറ്റീവാണ് അല്ലെ. രണ്ടു പേരും പോസിറ്റീവാണ്, സെയിം സൈൻ. രണ്ടുപേരും സെയിം സൈൻ. സെയിം സൈൻ ആണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ യുക്കും വിക്കും പകരം എക്സും വൈ ബൈ 2. അപ്പൊ എക്സും വൈ ബൈ 2 തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സെയിം സൈൻ ആയതുകൊണ്ട് സെയിം. അപ്പൊ നമ്മൾ എഴുതും എന്ത്? 0.46. ഓപ്ഷൻ എ നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓപ്ഷൻ എ നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. ഈസിയാണ്, 1 മാർക്ക്. ഓക്കെ.